കൈനഗിരി വാട്ടർഫാൾസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വാല് തുറക്കാൻ നോക്കണുണ്ട് എല്ലാവരോടും. ബാബേ ഇതെങ്ങനെയാണ് പിടിച്ച് ഇതെങ്ങനെ താത്തി കൊടുത്തു കഴിഞ്ഞാൽ ബാരിക്കും. അപ്പൊ എവിടെ നമ്മൾ കൈനഗിരി വാട്ടർഫാൾസിൽ. കൈനഗിരി അല്ലേ? ആ കൈൻ്റെ ഗിരി അല്ലേ? ആ നീ അറിയിക്കോ. അല്ല ഇവനെ ഒരു പ്രാവശ്യം ഒരു വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായി, ഓർക്കണ്ട. എങ്ങനെ എങ്ങനെ വേണം മുന അതിന്റെ വീട് പണി കൂടെ നീ ചെയ്തോളോ? അല്ല വീടിലെ പണി മുഴുവൻ നീ ചെയ്തോളൂ. അപ്പൊ നമ്മൾ കൈനഗിരി വാട്ടർഫാൾസിലേക്ക് നടക്കാണ്. കാണാനൊരു രസമുള്ള സ്ഥലം, ചന്തമുള്ള സ്ഥലം. ഈ പാല് കൊണ്ടുപോണ വണ്ടി തട്ടിമറിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ വെള്ളം. ഏലത്തോട്ടങ്ങളുടെ നടുവിലാണ് കേട്ടോ അത്. മോൻ കഴിയാ? ആ വാവ കാല് കഴുകണ? വാവേ ചെരുപ്പിന്റെ അടി കഴുകണ? ആ എന്ത് നനച്ചപ്പോ സമാധാനമായല്ലോ. കളിക്കാണ്ട് തല്ലടിക്കണോ? സൗണ്ട് ആക്കിയതാണോ? ആയിക്കോട്ടെ. അടുത്ത് നമ്മളെങ്ങനെ പോണേ? ഇനി അടുത്ത് ടീ പ്ലാന്റേഷൻ ലക്ഷ്മി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ടൈഗർ കേവ്. അത് കഴിഞ്ഞിട്ട് ടൈഗർ കേവ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ടീ പ്ലാന്റേഷൻ കാണാൻ പോകും. 15 വർഷമായി നമ്മൾ സ്ഥിരമായിട്ട് മൂന്നാർ വന്നു. നമ്മൾ ഈ റോട്ടിൽ കൂടെ വന്നിട്ടില്ലല്ലേ, ഈ ഏരിയ കൂടെ വന്നിട്ടില്ല. വേറെ കുഴപ്പമില്ല, നടന്നു പോകല്ലേ? നടന്നു വാട്ടർഫാൾസിലൊക്കെ നമുക്ക് വേറെ പോകാം. കാട്ടുപോത്ത് ആനയൊക്കെയുള്ള വഴിയാണ്. ഫോട്ടോ എടുത്തിട്ട് വരുന്ന വാട്ടർഫാൾസിലാണ്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴി പണ്ട് ഓഫ് റോഡ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഫ് റോഡ് വഴിയിൽ ഇന്ന് മലയും ഇതൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇപ്പം നടക്കാനേ പറ്റുള്ളൂ. നടന്ന് വേണമെങ്കിൽ 2 കിലോമീറ്റർ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ പോകാം. അല്ലെങ്കിൽ കറങ്ങി അതിൽ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ പതിയെ കുറച്ച് ദൂരം നടക്കുന്നു. 2018 ഇവിടെ നല്ല റോഡായിരുന്നു പോലും. ആയിട്ട് 2018 എന്തോ മണ്ണിടിച്ചലും ഇതൊക്കെ ആയിട്ട് ഈ കല്ല് മൊത്തം ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ കയറാൻ പറ്റാത്ത ഇതായി. ടാറ്റയുടെ എസ്റ്റേറ്റാണത്. അവർ ടാറ്റ തന്നെ അടച്ചിട്ടേക്കാം. കണ്ടോ അവിടെ ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയ വാട്ടർഫാൾസ് ഉണ്ട്, അങ്ങോട്ട് പോണതിന് കുഴപ്പമില്ല. ഇത് ഈ വഴി നേരെ പോയ വാട്ടർഫാൾസാണ്. 2 കിലോമീറ്റർ നടക്കണം. 2 കിലോമീറ്റർ നടക്കണേന് കുഴപ്പമില്ല, പക്ഷെ അങ്ങടേക്ക് ചിലപ്പോൾ ആനയും കാട്ടുപോത്തൊക്കെ ഇറങ്ങുമെന്ന് ഇവർ കണ്ടിട്ടുണ്ടെന്ന്. ഡ്രൈവർ പുള്ളിക്കാരൻ പറഞ്ഞ് ഇവിടെ ആനയും കാട്ടുപോത്തൊക്കെ ഇറങ്ങുമെന്ന്. അങ്ങോട്ട് പോയി വല്ല വെറുതെ കുത്തു മേടിക്കണ്ടല്ലോ. നോക്കാം, കുറച്ചങ്ങോട്ട് നടക്കാം. വാട്ടർഫാൾസിലേക്ക് വേറെ വഴിയുണ്ടെന്ന്, മെയിൻ റോഡ് കൂടെ പോകാമെന്ന് പറഞ്ഞു പുള്ളി. അത് പയ്യെ പോയി കാണാം. ഇത് കുറച്ചങ്ങോട്ട് നടന്നു പോവാം. നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. ഒരു കാട്ടുപോത്തിനെങ്കിലും കണ്ടാൽ നല്ലത്. കുറച്ചങ്ങോട്ട് പോയി. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട, അവിടെ നല്ല ശോകമാണ്. കാട്ടുപോത്തിൻ്റെ ആനയുടെ ശല്യം ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയാൽ കുത്തുകൊള്ളും, മക്കളെ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. തറ ഇവിടെ വന്ന് നിൽക്കുക. ഇങ്ങനെ അവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും അവിടെ ഫോട്ടോ എടുപ്പും പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ കാലിൽ അട്ട കയറുന്നാ പറയണേ. അട്ടൊന്നും കണ്ടില്ല, ഒരുത്തൻ്റെ കാലിൽ കയറിയെന്ന് തോന്നതേ. ഒരുത്തൻ്റെ കാലിൽ അട്ട കയറിയിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയില്ലേ എസ്റ്റേറ്റ് ആണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓഫ് റോഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായേനെ. കാരണം ഈ ഓഫ് റോഡാണ്, പക്ഷെ ഇവിടെ കുറച്ച് ടാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവന്മാർ വണ്ടികൾക്ക് കയറാനും വരാനൊക്കെ ആയിട്ടേ. ഇപ്പോൾ വണ്ടിക്ക് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റും കണ്ടു. കുട്ടി 2 റീലും എടുത്തു. ഒരു വഴിക്ക് പോവല്ലേ. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാണ്. പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടൈഗർ കേവ്. ഈ ടൈഗർ കേവിൻ്റെ ഇപ്പുറത്ത്, അതായത് ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് കഴിഞ്ഞ ആഴ്ച ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു സാധനം ഉണ്ടെന്ന്, മ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. മ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുവിനെ പോലെ ഇരിക്കണം, കൊമ്പുള്ള, അതിനൊക്കെ കാണാറുണ്ടെന്ന്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണം. മ്ലാവ് ഇതിൻ്റെ അപ്പുറത്താട്ടോ. ഇത് ഈ കാണുന്നതാണ് മറ്റേ ടൈഗർ കേവ്. ഒരു ടീ ബ്രേക്കാണ്, ഒരു ചായ കുടിക്കട്ടെ. ഫോൺ ചാർജിലിട്ടേക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പയ്യെ അങ്ങോട്ട് കയറാമെന്ന് ഓർത്ത്.
പാലത്തിൽ 5 പേര് വെച്ച് പോകണം. പാലത്തിൽ 5 പേര് വെച്ച് പോകണമെന്ന്. ആദ്യം 3, 4, 5 കയറിക്കോ. ഞങ്ങൾ 2 പേര് സെപ്പറേറ്റ് വന്നോളാം. വാവ എങ്ങനെ നോടി, നമുക്ക് ഒരുമിച്ചോ. പാലത്തിൽ അങ്ങനെ 5 പേര് വീതം പോകാൻ പാടുള്ളൂ എന്നാണ് അവരുടെ നിയമം. അപ്പോൾ അതുകാരണം ഞങ്ങൾ വാവയും കൂടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അക്കരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇക്കരെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. 5 പേർക്ക് ഒറ്റ ടൈം പോകാൻ പറ്റുള്ളൂ. അവരവിടെ നിൽക്കുക. കഴിച്ച് ഇവിടെ അട്ട ഉണ്ടാവും പറയുന്നുണ്ട്. ഒരുത്തനെ നേരത്തെ അട്ട കടിച്ചിട്ട് ഇവന്റെ കാലില് 2 അട്ട കടിച്ചതാ. പക്ഷെ അത് ചോര ഒന്നും കുടിച്ചില്ല. ചോര കുടിക്കുമ്പോഴേ ഉപ്പിടാൻ പാടുള്ളൂ എന്നാ പറഞ്ഞ. അല്ല, ഉപ്പിട്ടാ മതി. പുള്ളിക്കാരൻ വന്നിട്ട് നൈസായിട്ട് ഏതാ ഡ്രൈവറായിട്ടല്ലേ അവന്റെ കാലിലെ കടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്ന് നൈസായിട്ട് എടുത്ത് തോണ്ടിയൊക്കെ വിട്ട്. ചോര കടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് ടൈഗർ കേവിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം, കുറെ അട്ടകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത്യാവശ്യം മഴക്കാലമൊക്കെയാണ്, പക്ഷെ ഇവിടെ വലിയ വെള്ളമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഡേഞ്ചറസ് സോൺ എന്ന് ബോർഡ് ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ പാണിയേലിപ്പോരി പോയ പോലെ ഉണ്ടല്ലോടാ അല്ലേ? ഇടുങ്ങിയ കാട്ടുവഴികളിലൂടെ ദാ അങ്ങനെ നടക്കാണ്. എന്തൊക്കെ എങ്ങനെയുണ്ട്? അത് മതി കുഴപ്പമില്ല. അപ്പം നമ്മൾ വന്ന വഴി ഇതാണ്ട വേണ്ട ദുരൂഹമായ വഴികളും മനോഹരമായ രസകരമായ സ്ഥലങ്ങളും അടിപൊളി തന്നെ. വേണ്ട ഉമ്മച്ചി പുലീനെ ഓടിക്കാൻ വേണ്ടി കമ്പൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട്. വേണ്ട ഉമ്മച്ചി പുലീനെ ഓടിക്കാൻ വേണ്ടി കമ്പൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട്. ആ പുലിമുനീറ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആ ഓടിയിലെപ്പോഴേക്കും. അപ്പം ഇതാണ് ഞങ്ങൾ സന്തോഷവും സമാധാനവും എല്ലാ കച്ചറിയും ഒക്കെ കൂട്ടുള്ളത്, ഒച്ചപ്പാടും ബഹളവും ഈ വടി അടക്കുന്നത് എല്ലാം അതിന്റെ. ഈ സാധനം ഇല്ലെങ്കിൽ ഇച്ചിരി പാടാ മേക്കാനായിട്ട്, എങ്കിലും കുഴപ്പമില്ല. എന്തിനു മൂത്തണ്ടല്ല ചെറിയ പിള്ളേരന്മാരാ, എന്തെങ്കിലും പറഞ്ഞ അപ്പ പെണും മോൻ കെട്ടിച്ച് നടക്കും. ഏറ്റവും മൂത്തത് 22 വയസ്സായി എനിക്ക്. എന്നിട്ടാണ് ചെറിയ പിള്ളേരന്മാര് ഒക്കെ നേരെയാക്കി എടുക്കണം, ശരിയാക്കി എടുക്കണം. പറഞ്ഞ് അവരെ കയറ്റുമല്ലോ വരുമ്പോൾ പയ്യെ ശരിയാക്കി എടുത്തോളും. ഇപ്പം തൽക്കാലം പണ്ട് മറ്റേ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ നമുക്ക് ഡിപ്രഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പുഴയിൽ പോയി ചാടി നീന്തി ഒരു എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വീണ്ടും അങ്ങ് മാറും. ഇപ്പം പിള്ളേർ ഇങ്ങനെ നടക്കും ഓടിച്ചിട്ട് കുഴപ്പമില്ല, ശരിയാവും. വീരാണ്ടങ്ങൾ നടക്കും വലിയ കഥയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഭയങ്കര കൊടും കാടാണ്, നോക്കി ഫുള്ള് കാടാണ്. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പുലിയൊന്നും വരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഫൈനലി നമ്മളൊരു കേവിലേക്ക് കയറാൻ പോകണം, ഒരു അടിപൊളി കേവിലേക്ക്. ടൈഗർ കേവ്. ഇത് ഭയങ്കര ശോകം കേട്ടോ. ഇത് ഗുണ കേവ് പോലെ ഉണ്ടല്ലോ. സൂക്ഷിച്ച് വീഴരുതേ, അങ്ങനെ വലിയ വീഴ്ചയാണ് 2ആയിട്ട് വീഴുവാണേ. ഇത് സീനാട്ടാ. സീനാട്ടാ അത്. ഇനി അങ്ങടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സമാധാനം വേണ്ട വേണ്ട, ഞാൻ പിടിച്ച് കേറി അടുത്തുള്ളൂ. ഞാൻ അവിടെ ഇച്ചിരി അരമണിയാ, ഇവിടുന്ന് ഇച്ചിരി അരമണിയാ. ശോകോട്ടെ, ഇത് കൊറേ ഉണ്ട്. ഇവിടെ പുലി ജീവിച്ച് പുള്ളി ജീവിച്ചു പറയാ. നമ്മളതായിട്ട് നടക്ക് ജാക്കി നടന്നേ. ഒരു 10 ദിവസം ഡാൻസ് ചെയ്തേ ഇതല്ല അപ്പുറത്തെ കയറ്റം കയറാം. ഇവനൊക്കെ പാർക്കോയിൽ ഇട്ടിട്ട് എന്ത് കാണിച്ചു? ഇവനൊക്കെ പാർക്കോയിൽ പഠിക്കാൻ വേണ്ടിട്ട് ഈ സാധനം കയറാൻ വേണ്ടി 1/2 മണിക്കൂർ എടുത്തു. ഞങ്ങൾ കയറുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ മലമാമ്പൊക്കെ ഇരിക്കണ്ട കേട്ടോ.
ആ നീ ഒന്ന് പേടിക്കുമ്പോ അങ്ങനെയെങ്കിലും ഒന്ന് പേടിക്കണം മോൻ, ഞാൻ ഒന്ന് കാണട്ടെ. മോളില് മലമ്പമ്പൊക്കെ ഒരു പറയാം. അതിന്റെ അകത്ത് കൂടെ നീ എന്തിനാ പേടിച്ച്? നീ പേടിച്ചോ? അയ്യോ പ്രാവശ്യം കൂടി അവള് വരും ഇവിടെ. എങ്ങനെയെങ്കിലും എന്നെ കെട്ടികളൊന്ന് പേടിച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കരുത്. പേടിച്ച് അവിടുന്ന് ഒരാളെ മൂന്നാറ് വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ സ്ഥലം കാണണ. ഇതുകൊണ്ട് ആനപ്പാറ ഉണ്ടായത് എന്തോരം വലിയ പാറയാണ്. ഇവിടെ വരുമ്പോ ഇവിടെ നമ്മ എപ്പോഴും കൂടുതൽ കണ്ടത് മൂന്നാറാ, പക്ഷെ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊന്നും കണ്ടിട്ടില്ലല്ലേ? പക്ഷെ ഇത് നോക്കൂ, താഴത്തേക്ക് ഇനി കൊറേ ഉണ്ട് കേട്ടാ, താഴത്തേക്ക് ഇനി കൊറേ ഉണ്ട്. സുഷ് എന്നെയും കൂടി വലിച്ച് ചാടിച്ചോണ്ട് പോരുത്, പതുക്കെ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വീഴ്ച രണ്ടായിട്ടേ വീഴാവുന്നു. ഞാൻ രണ്ടായിട്ടേ വീഴുള്ളൂ, അല്ലെങ്കിൽ എന്റെ കൈകാലം കൊടിയല്ലേ. വാവേ എന്നെ വാവയ്ക്ക് പുതിയ സീറ്റ് കിട്ടി. സൂക്ഷിച്ച് ഇതിന്റെ സൈഡിൽ പറയാം. ആഹാ ഇതിന്റെ ഉള്ളിലല്ലേ? ആ കൺമണിയുടെ പാട്ട് പാടാൻ വന്നാണ്. മാക്സിമം ഒരു പാമ്പ്, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. വാവടിയാ അബസല്ലേ? നടന്നു. കമോൺ കമോൺ. പേടിയാണ് ഞാൻ റീ പോവാണി ഒരുമിച്ച് പാടി വാ. വേണ്ട വെച്ചിട്ട് അതിൽ കൂടെ പോകണ്ട. വേണ്ട അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. നിനക്ക് വന്ന പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം, ഒന്നും കുഴപ്പമില്ല. അത് നമുക്ക് വേറെ വഴി കൂടെ കയറാം. കുറച്ചും കൂടി ചെറിയ വഴിയുണ്ട്. മുട്ടടിക്കാണ്ട് നോക്കിയോട്ടെ, എന്റെ മുട്ടൊന്നും അടിച്ചായിരുന്നു. ഇത് ഭയങ്കര ശോകോട്ടാ. നോക്കി ഇവിടെ പരിചയമുള്ളവരാ പറയണ കേറിക്കോ. സീനാട്ടത് ഓക്കെ. ഇങ്ങനെ ഇത് ഈ സാധനം കണ്ട ഇത് പാറയാണ്, കേറാൻ പറ്റണില്ല. ഒന്നാകെ 6 അടി പൊക്കോണ്ട്. അവിടെ എത്തിയിട്ട് കാണാം. ഓ വാവുകുട്ടി എത്തിയോ? വെരി ഗുഡ് ഗേൾ. നീ നിന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോടാ? വന്നം ഞങ്ങൾ കാണിച്ചത് വഴി കൂടെ അല്ലടാ, നിനക്ക് യാത്രയാണല്ലോ. ഇവിടെ ഇത്ര നാള് നടന്നിട്ട് വല്ല കണ്ടോന്ന് വെച്ചാല് കണ്ടു. എവിടെയാന്ന് അറിയാമോ? പറവൂര്. ആ സ്ഥലത്തിന്റെ പേരെന്താ? കടമക്കൂടി. എല്ലാരും ഇങ്ങനെ കയറിക്ക്. എങ്ങനെയുണ്ട് കെട്ടിയോളെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അല്ല വെച്ച് പേടിച്ച് പറഞ്ഞിരിച്ചിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇന്നെല്ലാവരും ചിരിച്ചിടാം. എങ്ങനെ നോക്കിയാ ക്യാമറയിലേക്കൊക്കെ ഒന്ന് അങ്ങനെ. അപ്പൊ നമ്മൾ എല്ലാം കണ്ട് തിരിച്ചു പോവാണ്. സൂക്ഷിച്ചു പോട്ടാ, വീഴുവേ. ആ പാച്ചുക ആദ്യം പോടാ. ഒറ്റയ്ക്ക് വഴി വെട്ടുന്ന ആളാ ഫാസിൽ. പോയിട്ടുണ്ടത് വഴി വെട്ടാന്നതിനോട് എത്ര നേരം ചാടി ഇറങ്ങി പോടേ. എടാ കെട്ടിയോ, എടാ ഉമ്മച്ചിയുടെ കൈ പിടിച്ചോ. അയ്യാ നിങ്ങൾ ഭയങ്കര ധൈര്യശാലിയിലാ. നിങ്ങൾ പൊക്കോ, ഉമ്മച്ചി വന്നോളൂ. ഞങ്ങൾ ഇച്ചിരി പ്രായമൊക്കെ കയറാം. അയ്യോ സോഷ്യൽ ഇറങ്ങോളൂല്ലേ? ഡാ ഉമ്മച്ചി കൈ കൊടുത്തേ.
ഓ അങ്ങനെ പുറത്തേക്ക് എത്തി. അപ്പം അങ്ങനെ എല്ലാവരും ടൈഗർ കേവിൽ കയറി ക്ഷീണിച്ചത് എങ്ങനെ ഇരിക്കുന്നുണ്ടോ മൂലയ്ക്ക്? ഇല്ല, ആ ക്ഷീണമില്ല, ക്ഷീണമില്ല. ആ നിനക്ക് ഭാവിക്ക് എങ്ങനെ ഉണ്ടായോ അവൻ? അവക്ക് കുഴപ്പമില്ലല്ലോ, ഞാനല്ല പുറത്ത് വെച്ചോണ്ടോ. അവൻ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാം. തൽക്കാലം ഇവിടെ നിന്ന് നമ്മൾ വിട പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വരവ് കൂടെ വീണ്ടും വരും. അത് വേറൊരു ടൈപ്പ് ഓഫ് വരവായിരിക്കും. ഓക്കെ ഓക്കെ.